സ്കൂളിൽ പഠിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അധ്യാപകർ പുറത്താക്കിയ ഒരു വിദ്യാർത്ഥി ലോകത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച കഥ നിങ്ങൾക്കറിയാമോ? 10,000 തവണ പരാജയപ്പെട്ടിട്ടും ഞാൻ തോറ്റിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ തോമസ് ആൽവ എഡിസന്റെ ജീവിതം ഒരു സാധാരണ ജീവചരിത്രമല്ല. അത് പരാജയങ്ങളെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കി മാറ്റിയ ഒരു മഹത്തായ പാഠമാണ്. എഡിസന്റെ സ്കൂൾ ജീവിതം വെറും 3 മാസമേ നീണ്ടു നിന്നുള്ളൂ. അധ്യാപകർ മന്ദബുദ്ധിയാണെന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി. പക്ഷേ തന്റെ മകന്റെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് വീട്ടിലിരുത്തി പഠിപ്പിച്ച അവന്റെ അമ്മ നാൻസി എഡിസൺ മാതൃസ്നേഹത്തിന്റെ മഹത്തായ ഉദാഹരണമാണ്. 12-ാം വയസ്സിൽ എഡിസൺ തീവണ്ടിയിൽ പത്രം വിൽക്കാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ സയൻസിലായിരുന്നു. തീവണ്ടിയുടെ ഒരു കോണിൽ അദ്ദേഹം ഒരു ചെറിയ ലാബ് ഉണ്ടാക്കി. ഒരിക്കൽ പരീക്ഷണത്തിനിടയിൽ തീപിടുത്തമുണ്ടായപ്പോൾ അദ്ദേഹത്തെ തീവണ്ടിയിൽ നിന്ന് പുറത്താക്കി. ആ അപകടത്തിൽ അദ്ദേഹത്തിന്റെ കേൾവി ശക്തിക്ക് സാരമായ തകരാർ സംഭവിച്ചു. പക്ഷേ ഈ സംഭവത്തെ പോലും 100% പോസിറ്റീവ് മനോഭാവത്തോടു കൂടി കണ്ട അദ്ദേഹം പറഞ്ഞത്, ലോകത്തിലെ ബഹളങ്ങളിൽ നിന്ന് മാറി എനിക്ക് പരീക്ഷണങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയുമല്ലോ എന്നാണ്. 1876-ൽ എഡിസൺ സ്ഥാപിച്ച മെൻലോ പാർക്കാണ് ലോകത്തെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ റിസർച്ച് ലാബ്. ഇവിടെ നിന്നാണ് ഫോണോഗ്രാഫ്, ചലിക്കുന്ന ചിത്രങ്ങൾ പകർത്താനുള്ള കൈനറ്റോഗ്രാഫ്, അത് കാണാനുള്ള കൈനറ്റോസ്കോപ്പ്, ലോകത്തിലെ ആദ്യത്തെ മൂവി സ്റ്റുഡിയോ തുടങ്ങിയ 1000-ലധികം കണ്ടുപിടുത്തങ്ങൾ നടന്നത്. അദ്ദേഹം സ്ഥാപിച്ച വെസ്റ്റ് ഓറഞ്ച് പരീക്ഷണശാലയിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ലാബു സമുച്ചയത്തിലെ ബഹുഭൂരിപക്ഷം കെട്ടിടങ്ങളും ആ തീപിടുത്തത്തിൽ കത്തിയമർന്നു. എഡിസന്റെ പരീക്ഷണ രേഖകളും യന്ത്ര സാമഗ്രികളും സ്റ്റോറേജ് ബാറ്ററികളും എല്ലാം ചാമ്പലായി. തന്റെ ജീവിതകാലത്തെ അധ്വാനം മുഴുവൻ കത്തിയമരുന്നത് കണ്ടിട്ട് നമ്മുടെ തെറ്റുകൾ കത്തിയമരുകയാണ് എന്ന് പറഞ്ഞ് 67-ാം വയസ്സിലും അദ്ദേഹം ചിരിച്ചു. ആ ചാരത്തിൽ നിന്നാണ് അദ്ദേഹം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ വീണ്ടും പറന്നുയർന്നത്. പ്രഗത്ഭരായ എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞന്മാരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ കൊളാബറേഷൻ മനോഭാവം ലോകപ്രശസ്തമാണ്. പരാജയങ്ങളെ ഒരു പ്രോസസ്സായി കാണാൻ അദ്ദേഹം തന്റെ ടീമിനെ പഠിപ്പിച്ചു. വൈദ്യുത ബൾബ് കണ്ടുപിടിക്കുന്നതിനുള്ള ശ്രമത്തിൽ അദ്ദേഹം 1000-കണക്കിന് തവണ പരാജയപ്പെട്ടു. അപ്പോൾ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് നിരാശ തോന്നുന്നില്ലേ? അതിന് എഡിസൺ നൽകിയ മറുപടി ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷനാണ്. ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, ബൾബ് എങ്ങനെ നിർമ്മിക്കാതിരിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് 10,000 വഴികൾ ഞാൻ കണ്ടെത്തി എന്ന് മാത്രം. വിജയത്തിന്റെ ഫോർമുല എന്നത് 1% പ്രതിഭയും 99% കഠിനാധ്വാനവുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത പകുതിക്ക് വെച്ച് നിർത്തുക എന്നുള്ളതാണ്. ജയിക്കാനുള്ള ഏക മാർഗം ഒരിക്കൽ കൂടി ശ്രമിക്കുക എന്നത് മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.